നടനും സംവിധായകനുമായ ഭാരതീരാജ വിടവാങ്ങി. മകന്റെ മരണശേഷം തകർന്ന അവസ്ഥയിൽ. അവസാനമായി അഭിനയിച്ചത് മോഹൻലാലിനൊപ്പം തുടരും എന്ന ചിത്രത്തിൽ. വലിയൊരു നഷ്ടം കൂടി ചലച്ചിത്ര ലോകത്തിന്. പല സൂപ്പർ സ്റ്റാറുകളുടെയും ഗോഡ്ഫാദർ. പ്രശസ്ത തമിഴ് ചലച്ചിത്ര സംവിധായകനും നടനുമായ പി. ഭാരതീരാജ വിടവാങ്ങി. 84 വയസ്സായിരുന്നു താരത്തിന്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. മകൻ മനോജിന്റെ അകാല വിയോഗത്തിന് പിന്നാലെ ഭാരതീരാജയുടെ ആരോഗ്യം മോശമായിരുന്നു. 6 വയതിനിലെ കിഴക്കേ പോകുമയിൽ, സിംഗപ്പൂർ റോജാക്കൾ, നിഴൽകൾ, അലൈകൾ ഒയ്വതില്ലേ, മുതൽ മര്യാദ, കിഴക്കു ചീമയിലെ എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. 2020 അദ്ദേഹം സംവിധാനം ചെയ്ത അവസാന ചിത്രമായ വീണ്ടും ഒരു മര്യാദ പുറത്തിറങ്ങിയത്. അടുത്തിടെ മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിൽ പഴയകാല സ്റ്റണ്ട് മാസ്റ്ററുടെ വേഷത്തിൽ ഭാരതീരാജ എത്തിയിരുന്നു. തേനിയിലെ അല്ലി നഗരത്തിൽ പെരിയമായ തേവരുടെയും മീനാക്ഷിയമ്മാളിന്റെയും മകനായി ജനിച്ച അദ്ദേഹത്തിന്റെ ആദ്യ പേര് ചിന്നസ്വാമി എന്നായിരുന്നു. 1977 16 വയതിനിലെ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംവിധായകനായി. 6 തവണ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അർഹനായി. ഹിന്ദിയിലും തെലുങ്കിലും ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ആദ്യ ചിത്രത്തിൽ തന്നെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് നേടി. 16 വയതിനിലെ റീമേക്കായ സെൽവ സാമൻ ആണ് ആദ്യ ഹിന്ദി ചിത്രം. പുതിയ വാർപ്പുകൾ തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തു. റെഡ് റോസ് എന്ന പേരിൽ വീണ്ടും ബോളിവുഡിലേക്ക്. സിംഗപ്പൂർ റോജാക്കൾ എന്ന ചിത്രത്തിന്റെ റീമേക്ക് ഇതായിരുന്നു. 1981 അലൈകൾ ഒയ്വതില്ലേ എന്ന ചിത്രത്തിലൂടെ വീണ്ടും സംസ്ഥാന അവാർഡ് നേടി. അതേ വർഷം പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം സീതാകൊക്ക ചിലുക എന്ന ചിത്രം ദേശീയ പുരസ്കാരങ്ങളിൽ മികച്ച തെലുങ്ക് ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ടിക് ടിക് ടിക്, കാതൽ ഓവിയം, വാലിഭമ്മേ വാവ, മൻവാസനെ, കടലോര കവിതകൾ, വേദം പുതുത്, കിഴക്ക് ചീമയിലെ, കറുത്തമ്മ, തമിഴ് സെൽവൻ, അന്തിമൺ താരെ, കാതൽ പൂക്കൾ, അന്നക്കൊടി എന്നിവ പ്രധാന ചിത്രങ്ങളാണ്. 2020 പുറത്തിറങ്ങിയ വീണ്ടും ഒരു മര്യാദ ആണ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത ചിത്രം. ഏതാനും ടെലിവിഷൻ പരമ്പരകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോ ആന്തോളജി വെബ് സീരീസായ മോഡേൺ ലവ് ചെന്നൈയിൽ പറവൈക്കൂട്ടിൽ വാഴും മാൻകൾ സംവിധാനം ചെയ്തത് ഭാരതീരാജയാണ്. സ്വന്തം ചിത്രമായ കിഴക്ക് പോക്കും റെയിലിലൂടെയാണ് ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമെത്തുന്നത്. രചന നിർവഹിച്ച കല്ലുക്കുൾ ഈറം എന്ന ചിത്രത്തിലും വേഷമിട്ടു. ധാവണികൾ കനവുകൾ, ഇതയം, കാതൽ വൈറസ്, മണിരത്നം ചിത്രം ആയുധ എഴുത്ത്, കെനഡി ക്ലബ്, നമ്മ വീട്ടുപിള്ളൈ, തിരുച്ചിത്രമ്പലം, വാത്തി, മഹാരാജ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2 മക്കളാണ്. നടനും സംവിധായകനും നിർമ്മാതാവുമായ മനോജ് ഭാരതീരാജ കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അന്തരിച്ചത്. മകൾ ജനനി, ഭാര്യ ചന്ദ്രലീല. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.